ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അൽ ഇബാദത്തു ഹഖ്ഖുൻ സിർഫുൻ മഹ്ദുൻ ലില്ലാഹ്. ഇബാദത്ത് അള്ളാഹുവിന്റെ മാത്രം തനിച്ച അവകാശമാണ്. അത് വേറെ പോകാൻ പാടില്ല. ലാ തുസ്റഫു ലി അഹദ്, ലാ ലി മലക്കിൻ മുഖറബ്, വലാ ലി നബിയിൻ മുർസൽ, വലാ ലി റജുലിൻ സാലിഹ്. അത് അള്ളാഹുവിലേറെ സാമീപ്യമുള്ള മലക്കിന് പോകാൻ പാടില്ല, അള്ളാഹു നിയോഗിച്ചയച്ച റസൂലിനും നബിക്ക് പോകാൻ പാടില്ല, സാലിഹായ ഒരു വ്യക്തിക്ക് പോകാൻ പാടില്ല, ആർക്കും പോകാൻ പാടില്ല. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ ശിർക്ക് ചെയ്തവർ എന്തിലാണ് അള്ളാഹു സമപ്പെടുത്തിയത്? ഇബാദത്തിലാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നതാണ് അവർ ചെയ്ത ശിർക്ക്. എക്കാലത്തെയും ഷിർക്കിന്റെ അസ്ല് അടിസ്ഥാനം അതായിരുന്നു. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലായി നിയോഗിച്ചത് നൂഹ് നബി ഏതൊരു കൗമിനെയാണ് അഭിസംബോധന ചെയ്തത്, ആ കൗമ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നത് കൊണ്ടാണ്. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവരായിരുന്നു അവർ. അള്ളാഹുവിനെ ഇലാഹായിട്ടും അംഗീകരിച്ചിരുന്നു. അതോടൊപ്പം അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി. അതിൽപ്പെട്ടതാണ് ദുആ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്തു. അള്ളാഹു അല്ലാത്തവർ ഇസ്തിഗാസ നടത്തി. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു. ഇതൊക്കെയാണ് പഴയകാല ആദ്യകാല മുശ്രിക്കുകൾ ചെയ്ത ശിർക്ക്.